ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യം കറക്ഷൻ ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, അത് കഴിഞ്ഞ് മെയിൻ റാങ്ക് ലിസ്റ്റിൻ്റെയും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത് വരുന്നത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്? ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് ആർക്കൊക്കെ വരും, ആർക്കൊക്കെ വരില്ല, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും വന്നതിന് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു കോളേജും ഒരു കോഴ്സും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം 2026 LBS വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ആൻഡ് കോളേജ് ഈ ഒരു സൈറ്റ് വഴി കിട്ടും എന്നുള്ളതിനുള്ള ഒരു ഉറപ്പാണ്. ഇനി ആർക്കെങ്കിലും ട്രയൽ അലോട്ട്മെൻറ്റ് വഴി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നതല്ല, നിങ്ങൾക്ക് മേ ബി ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ സ്പെഷ്യലോ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആൻഡ് കോളേജ് നിങ്ങൾ ഓപ്ഷൻ വെച്ചതനുസരിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് ആൻഡ് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയി അഡ്മിഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏത് കോളേജ് ഏത് കോഴ്സ് കിട്ടി എന്നത് മാത്രം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്കും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്കും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ റീവാച്ച് ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും കേട്ടോ. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീസോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് മുന്നേ ടോക്കൺ ഫീ ഒന്നും അടയ്ക്കേണ്ട. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജും കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്കൊരു കോളേജ് ആൻഡ് കോഴ്സ് കിട്ടി എന്നത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ അടുത്ത റീഅറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നില്ലെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങളും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ടോക്കൺ ഫീസ് അടയ്ക്കുകയോ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.